ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മളെന്നുള്ളത് ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ഹിമാചലിലെ മണാലിയിൽ ഇതാ നമ്മളെ 2 ചങ്കളെ കൂടെ ഉണ്ട്. ഒന്ന് മിസ്റ്റർ സായദ് പ്ലസ് നിവേദ്. ഇവർ രണ്ടാളും അടിപൊളി കമ്പനി ആയിട്ടോ. നമ്മൾ മെനിയാന്ന് ഇവരെ കൂടെയാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. രാത്രി ആരും കൂടെ പിന്നെ ഗോപ്രോ ചാവല്ലോ. ഇന്ന് നമ്മൾ എന്തായാലും സഫൂൻ്റെ ലാസ്റ്റ് ദിവസമാണ്. സഫൂന് ഹിമാചലിലെ ലാസ്റ്റ് ഡേറ്റാണ്. അതായത് ഇന്ന് നേരെ ഞാൻ ഡൽഹിയിലേക്ക് കയറ്റിയിട്ട് നാളെ രാവിലെ നാളെ ഉച്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റിൽ കോഴിക്കോടിലേക്ക് പറഞ്ഞേക്കും. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അച്ഛൽ എന്ന് പറഞ്ഞ ഫ്രണ്ടും കൂടിയാണ്. അതെ, ഗേൾ ഫ്രണ്ടും കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കറങ്ങും. അതൊക്കെ നമ്മൾ വഴിയെ കാണാം എന്തായാലും. അപ്പോൾ ഇന്നത്തെ കാഴ്ച നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് സാധനം? ജോഗിനി വാട്ടർഫാൾസ്. അതായത് ജോഗിനി വാട്ടർഫാൾസ് നമ്മൾ 96 നമ്മൾ വിജയ് സേതുപതി ഇരുന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കണ ഒരു പൊള്ളി സീനില്ലേ. ആ ഒരു വാട്ടർഫാൾസ് കാണാൻ. പിന്നെ വശിഷ്ഠ, അതായത് ചൂടുവെള്ളം അല്ലേ, അതായത് ഓൾവേസ് എപ്പോഴും ചൂടുവെള്ളം വരുന്ന ഒരു വാട്ടർ, നാച്ചുറൽ വാട്ടർ വരുന്ന ഒരു സ്ഥലം. പിന്നെ ഹഡിംബ. ഫസ്റ്റ് നമ്മൾ എന്തായാലും പോണ ഹഡിംബാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആൻഡ് വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാദ് വിത്ത് നമ്മൾ അടിമ്പ ടെമ്പിളിലേക്ക് പോകാൻ ഷോർട്ട് വേ ആണ്. അതായത് നമ്മളെ സാദ് ബ്രോയും നിവേദ് ബ്രോയും കാണിച്ചു തരുന്ന ഷോർട്ട് വേ കൂടെയാണ് പോകുന്നത്. ഹിമാചലിലെ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ടാണ്. അതിൻ്റെ ലെഫ്റ്റിലാണ് കേട്ടോ അടിമ്പ ടെമ്പിൾ കാണുന്നത്. അങ്ങോട്ടാണ് കയറി പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ചളികൾ കൊണ്ട് സഹിക്കാൻ വയ്യ കാഴ്ച. അടിമ്പ ടെമ്പിളിൽ കയറുന്ന വഴിക്കുള്ള കാഴ്ച നമ്മൾ യാക്കിൻ്റെ മുകളിലല്ലേ അപ്പോൾ നല്ല ഫോട്ടോ എടുക്കില്ലാട്ടോ. യാക്കിൻ്റെ മുകളിൽ കയറാം, ഫോട്ടോ എടുക്കാം, പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് ഇടാം. ഇന്ന് സെൻഡ് ഓഫ് അതിനെ കൊണ്ട് മാക്സിമം അവളുടെ അല്ലേ. അപ്പം യാക്കിൻ്റെ മുകളിലൊന്ന് കയറ്റി കൊടുത്തവളുടെ. അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ പോണ ഉള്ളോട്ട്, അമ്പലത്തിൻ്റെ ഉള്ളോട്ട് പോണ സമയത്ത് ഒരു കൊല്ലംകാരൻ, എന്താണ് പേര്, അജ്മൽ ബ്രോനെ കിട്ടിയിട്ടുണ്ടോ. പുള്ളിയെ വേറെ ലെവലാണ്. പുള്ളിയുടെ പേര് അജ്മൽ. ആദ്യം ഇൻസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതാ ഇൻസ്റ്റ നമോഡിക് ബാവ. ബാവ എന്ന് പറയുന്നത് ആരുടെ ഫാദറിൻ്റെ പേരാണ്? ഫാദറിൻ്റെ എനിക്ക് തോന്നി, അതുകൊണ്ട് ബാവ എന്ന് പറയുന്നത് അല്ലേ. പുള്ളിൻ്റെ ഫാദറിൻ്റെ പേരും കൂടി അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ പേരും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ. അപ്പോൾ കയറിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഹിച്ചൈക്കണം. അതായത് കൊല്ലത്തു നിന്നും കാശ്മീർ വരെ എത്താനുള്ള പരിപാടി. അപ്പോൾ മണാലി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും പുള്ളി അല്ലേ ഹിച്ചൈക്കിങ് തന്നെയാണ്. അപ്പോൾ 30 ദിവസമായി അല്ലേ? 30 ദിവസമായി. എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ട്? പ്രശ്നങ്ങൾ, തണുപ്പിന്റെ പ്രശ്നങ്ങൾ, പിന്നെ സ്റ്റേയുടെ പ്രശ്നങ്ങൾ. അതെ, പിന്നെ കുറെ 2-3 ദിവസമായിട്ട് കിടപ്പിലായിരുന്നു. ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസം കിടപ്പിലായിരുന്നു. ഫുഡൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഫുഡ് ഓരോരുത്തർ ഇങ്ങനെ സഹായിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ബ്രെഡോ വല്ലോ. അപ്പോൾ എത്ര പൈസ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ? ഞാൻ മൊത്തത്തിൽ ഒരു 4 രൂപയ്ക്കാണ് ഇത് പ്ലാൻ ചെയ്തത്. ഇപ്പൊ എന്റെ ഒരു 4-5 ഇറങ്ങുമ്പോൾ 4 റുപ്യ ഉള്ളായിരുന്നു. 4000 റുപ്പീസ്. ഓക്കെ, ഒരു 400-500 എന്റെ പൊട്ടിയിട്ടുണ്ട്. ഫുള്ള് 400. അപ്പൊ കയ്യിൽ നിന്ന് വേറെ വരുന്നുണ്ട്. വേറെ കുറച്ച് കുടുംബക്കാരും കാര്യങ്ങളൊക്കെ കുറച്ച്. ആക്ച്വലി ഹിച്ചൈക്ക് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്യാന്നുള്ളൊരു, പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ ചില സമയത്ത് നമുക്ക് പൈസ ആവശ്യം വരും. കാരണം നമ്മള് കഴിക്കാതെ കിടക്കാൻ പറ്റത്തില്ല. ട്രാവൽ മസ്റ്റ് ആണ്. പക്ഷെ നമ്മളെ ഹെൽത്ത്, ട്രാവലിങ്ങിന് ഇതുവരെ ഒരു എക്സ്പെൻസും ആയിട്ടില്ല. ഫുഡിന് മാത്രമുള്ള എക്സ്പെൻസ് ആണ്. പിന്നെ ചിലർ സഹായിക്കാറുണ്ട്, ചിലരിങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നേരത്തെ എന്താണ് മനസ്സിൽ? എന്താ ലക്ഷ്യത്തെത്തി കഴിഞ്ഞാൽ ഒരു മല എന്തായാലും അടിപൊളി കേട്ടോ. കണ്ടതിൽ സന്തോഷം. പോണേക്ക് മിണ്ടാണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. ഞാൻ സാധനം കയ്യിലുണ്ടോന്ന് ചോദിച്ചു, കേട്ടിട്ടില്ല. പുള്ളി ഇങ്ങനെ ഓടി പോവാ. മലയാളി കിട്ടുമോന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. മലയാളി ഇവിടെ മുട്ടിയ മലയാളി, അതും മലബാർ ഏരിയക്കാരാ ഫുള്ള്. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയാലും. അപ്പോൾ എന്തായാലും സന്തോഷം. അതാ നമ്മളെ സാഹിദ് ബ്രോ ഇവർക്ക് വേണ്ടിയിട്ട് ഇതാ സ്റ്റേ ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അഡ്വഞ്ചർ കാണിക്കുന്നവർക്ക് അതെ, സാഹിദ് ബ്രോ അഡ്വഞ്ചർ കാണിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം ഫ്രീ സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ബാവ നൊമോഡിക് ബാവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ മറ്റേ നമോഡിക് ബാവ അങ്ങനെ പറയണ എനിക്ക് നല്ല പേരൊക്കെ പെട്ടെന്ന്. നമോഡിക് ബാവ ഒരു വെറൈറ്റി പേരല്ലേ. അപ്പോൾ പുള്ളിനും കൂട്ടിയിട്ടൊന്ന് കുമ്പിടി ടെമ്പിൾ അടിമ്പ, എനിക്കത് എപ്പോഴും മാറും കേട്ടോ. കുമ്പിടി. അപ്പോൾ അടിമ്പ ടെമ്പിളിലേക്ക്
പോകുന്നുണ്ട്. നല്ല കാഴ്ചകൾ കേട്ടോ ചുറ്റോടും. ഗൈസ്, എൻ്റെ ബാക്കിലുള്ളതാണ് ഹഡിംബ ദേവി ടെമ്പിൾ. അതായത് ദേവി ടെമ്പിളാണ് ഇത്. പിന്നെ അതേപോലെ ഇതിന് പറയുന്ന വേറൊരു പേരാണ് ദുങ്കരി ടെമ്പിൾ എന്നും പറയും. പിന്നെ ഇതൊക്കെ പൈൻ മരങ്ങൾക്ക് നടുക്കാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്. പൈൻ മരങ്ങൾക്ക് നടുക്കാണ് ഇതുള്ളത്. ആ ഡിസംബർ മാസം ലാസ്റ്റിലേക്കൊക്കെ വന്ന ഫുള്ള് സ്നോഫോൾസും കാര്യങ്ങളായിട്ടായിരിക്കും. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 16 അതായത് വൃത്തി മീൻസ് നല്ല രസമായിരിക്കും. പിന്നെ 16 മഞ്ഞ് വീണെടുക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ കാണാം. പിന്നെ 16-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഒരു ദേവി ടെമ്പിളാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു വിക്കി ചരിത്രങ്ങൾ. പിന്നെ ഞാൻ വേണമെങ്കിൽ വിക്കി കുറച്ചൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ മച്ചന്മാർ അവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് വീഡിയോസും വിഷ്വലൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നത് അങ്ങോട്ടാണ് ജാങ്കിരി വാട്ടർഫോൾസ്. ജാങ്കിരി എന്ന് എനിക്ക് കേൾക്കണം. എനിക്ക് പിന്നെ തിന്നതിൻ്റെ മുന്നേ ജാങ്കിരി അറിയില്ല നമ്മുടെ ജില്ല. അതെ, ജാങ്കിരിയില്ലേ നമ്മളെ ബേക്കറിയിലൊക്കെ കിട്ടുന്നത് ജാങ്കിരി വാട്ടർഫോൾസ്. എന്താണ് ജോഗിനി വാട്ടർഫോൾസ്. എടാ ജാങ്കിരി വാട്ടർഫോൾസോ ജോഗിനി വാട്ടർഫോൾസോ? ഞാൻ ജാങ്കിരി തിന്നണ കാര്യം. അപ്പോൾ ജോഗിനി വാട്ടർഫോൾസിലേക്ക് കേട്ടോ അടുത്തത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരെ ജോഗിനി വാട്ടർഫോൾസിലേക്ക് ഇവിടുന്ന് ഓട്ടോ പിടിച്ചു പോകാം. ഗൈസ്, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഒരു കഞ്ചാവ് ചെടി കിട്ടി. നിങ്ങൾക്കറിയോ കഞ്ചാവ് ചെടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് കഞ്ചാവ് ചെടി. ഇറ്റ്സ് ഒഫീഷ്യലി അത് എത്ര വളർത്തി കട്ട് ചെയ്താലും ഈ സാധനം ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ. ഇതാണ് കഞ്ചാവ് ചെടി. ഇതാണ് നാട്ടിൽ വാല്യൂബിൾ ആയിട്ടുള്ള സാധനം. കഞ്ചാവ് ചെടി കാണിച്ചെടുത്താ കാണിച്ചിട്ടുണ്ടോ? കഞ്ചാവ് ചെടി കാണിച്ചെടുക്കും. കഞ്ചാവ് ചെടി ഇതാ. ഇത് ഇവിടുത്തെ ഒരു വൃക്ഷങ്ങളിൽ ഒന്നാണ്. സഫു കിക്കായി കഞ്ചാവ് ചെടി മണത്ത് കിക്കായി. ഇതാണ് കഞ്ചാവ് ചെടി. ഫുള്ള് പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. ഈ സാധനം നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ. ഈ കഞ്ചാവ് ചെടി കാര്യങ്ങളൊക്കെ തപ്പി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പല റോഡ് സൈഡിലും ഉണ്ടാവില്ലേ സാധനം. ഗൈസ്, ജോഗിനീൻ്റെ അതായത് ഒരു പോയിന്റിൻ്റെ ലാസ്റ്റ് വരെ എത്തുള്ളൂ ഇവിടെ ഓട്ടോ വരുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു പോകണം. എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം? ഇല്ല, ഇവിടുന്ന് 1 കിലോമീറ്ററിൻ്റെ ചോടുള്ളൂ. 1 കിലോമീറ്ററിൻ്റെ അടുത്ത്. പക്ഷേ കുത്തനുള്ള കയറ്റം അല്ലേ? കുറച്ചൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് കയറി പോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ വാഷ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ? ആ ഒരു ഇത് മറ്റേ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ ഒരു മുട്ടി ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ഒരു മുട്ടി എടുത്തിട്ട് ഇതിനെ അടിച്ചിട്ട് വാഷ് ചെയ്യണം. കൈകൊണ്ട് വാഷ് ചെയ്യാനുള്ള മടിയും കാരണങ്ങളും കൊണ്ടായിരിക്കണം. സോ ഗൈസ്, സഫു കതച്ച് തുപ്പി. അതും ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ളത്. ഇനി ഇങ്ങനെയുള്ള കുത്താനുള്ള കയറ്റം കയറിയിട്ട് മുകളിലെത്തണം. ഒരു 1500 മീറ്റർ എന്തായാലും 500 മീറ്റർ ഉണ്ട്. പക്ഷേ കുത്തനുള്ള കയറ്റാണ്. നമ്മളെങ്ങനെ എവിടെ എത്രത്തോളം എത്തുന്ന അറിയില്ല. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് എന്തായാലും ഫൈനൽ നമ്മളെത്തും. അതാ ആ മുകളിലുള്ളത് അതാണ് ജോഗിനി വാട്ടർഫോൾസ്. പക്ഷെ നമുക്ക് പോകണമെങ്കിൽ ഇതാ ഈ വഴി നടന്ന് പോയിട്ട് ഇതിലേ റൗണ്ട് അടിച്ചത് എങ്ങനെ പോയിട്ട് അതിലേ കയറിയിട്ട് വേണം അവിടെ എത്തണം. അപ്രോക്സിമേറ്റ്ലി ½ hour നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളത് കയറി ഇരിക്കും. അതന്നെ വിജയ് സേതുപതിനെ സമ്മതിക്കണം. ആ തടിയും വെച്ച് പുള്ളി ഇതിലേക്ക് കയറില്ല. അത് മാത്രമല്ല ഫുൾ സെറ്റ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ വഴി വലിച്ച് കയറ്റിയിട്ടാണ് അവിടെ എത്തിച്ച്. ഇനിയിപ്പോൾ ഹെലിപ്പാഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഹെലിപ്പാഡൊന്നും ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആ പോണത് കണ്ടോ, വിറകും ചുമന്നുണ്ട്. പുള്ളിക്കാരൻ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് പോയി ഇറങ്ങി കയറി വരുന്നത്. ഇതിൻ്റെ മുകളിൽ പോയിട്ട് വിറകെടുത്തിട്ട് ആ കയറ്റം കയറി വിറകെടുത്തിട്ട് പോകുന്ന കാഴ്ച നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല. ഒരു വെയിറ്റും കൂടി താങ്ങാന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. അയ്യോ ഗായ്സ്,
ഓടി ഓടി ഇതേ കുട്ടി കരയുന്ന എന്താ ഫീല്? ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട്. അതായത് സത്യം പറയാ ചോരതുപ്പ് അത് പകുതിൻ്റെ ഒരു 70% ആയിട്ടുള്ളൂ. ഇനി ഒരു 30 മിനിറ്റ്സ് പോകാനുണ്ട് അല്ലേ സാധാ? പക്ഷേ എൻ്റെ അത്യാവശ്യം ഇവർ 3 തവണ കയറിയതുകൊണ്ടോ സിമ്പിൾ പറയുന്നത് ഞങ്ങളെ ചോരപ്പിക്കാനുള്ള കൊണ്ടുപോകലാണ്. അതായത് ചോര തുപ്പെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മൾ തണുപ്പായിട്ട് ഭയങ്കര ബ്രീത്തിങ് വിഷയം. പക്ഷെ നമ്മൾ ഫൈനലിൽ എത്തിയുള്ള കാഴ്ച അടിപൊളി ആവല്ലോ എന്നുള്ള ഒരൊറ്റ മൂഡ് കൊണ്ടാണ് കയറുന്നത് സത്യം പറയാലോ. അതെ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. അതായത് വാട്ടർഫോൾസിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇനി ഒരു 2 മിനിറ്റ്സോ 3 മിനിറ്റ്സോ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. നല്ല അധ്വാനമാണ് കേട്ടോ. ഒരു വീട് എടുക്കണതിൻ്റെ അധ്വാനമുണ്ട് സത്യത്തിൽ പറയുകയാണെങ്കിൽ. 2 വട്ടം കയറി ഇറങ്ങിയ നന്നായി തടിയെല്ലാം കുറഞ്ഞ്. അതെ ഞാനൊരു വട്ടം കയറിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കയറിയാൽ തടി കുറയും. പോളി ഫൈനലി വി റീച്ച് 96 ജോഗ്നി വാട്ടർഫോൾസ് എന്നാണ് 96ൻ്റെ വീഡിയോ. ഒരു ഒറ്റ സിംഗിൾ ഷോട്ട് ജോഗ്നി വാട്ടർഫോൾസ് ആൻഡ് ദിസ് സൈഡ് മഞ്ഞുമല താഴ്വര. സോ ഹാപ്പി ഇത്രയും റൈഡ് ചെയ്ത് വന്നിട്ട് ഇങ്ങനത്തെ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ സന്തോഷം, മനസ്സിന് എന്തൊരു സന്തോഷം കാണുന്നുണ്ടോ. സഫു വരുന്നുണ്ട്, വീഡിയോ കോളും കാര്യങ്ങളും കണ്ട സന്തോഷത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. സോ ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട് സഫു ഫീലിംഗ്? ഈ വോയിസ് ഇത് വെള്ളം വന്ന് വീഴുന്ന സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കണ്ടറിയില്ല. ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ഒന്നും എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ ക്യാമറയിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഇവിടെ റെയിൻബോ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അതൊന്നും ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ്. ഇതിന് ഫുൾ ക്രെഡിറ്റ് നമ്മളെ സാജിദ് ബ്രോ കേട്ടോ. സാജിദ് ബ്രോ ആണ് ഇവിടെ എത്തിച്ചെന്ന്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഇപ്പോൾ ഈ വിജയ് സേതുപതി ഇതാ ഈ ഭാഗങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ലേ, ഇവിടെ ഇരുന്നിട്ടായിരിക്കണം വീഡിയോ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ കുറച്ച് അഡ്വഞ്ചറാണ്. വിജയ് സേതുപതി സിദ്ധിച്ചാലും എന്തായാലും അടിപൊളി ഈ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമ്മളിനി താഴേക്ക് ഇറങ്ങാണ്. സോ ഹാപ്പി. നല്ല തണുപ്പുണ്ട്, നല്ല വെള്ളം മുറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിലൊക്കെ ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത് എങ്ങോട്ടാ നമ്മൾ? വശിഷ്ഠയിലേക്കാ. അപ്പോൾ നമ്മൾ വന്ന വഴിക്കാണ് ഇറങ്ങുന്നത്, വേറെ വഴിക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ചൊരു റിസ്ക്കാണ്, പെട്ടെന്ന് കുത്തനുള്ളവർക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഇറങ്ങാൻ വലിയ റിസ്ക് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ കെയർ ചെയ്യണം. എന്താ വെച്ചാൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് നല്ല അപാര കുയ്യാണ്. അതായത് കണ്ട ഈ പട്ടണങ്ങൾ മൊത്തം ഈ കുഴിയിലാണ്, ആ മലയാണ് ഞങ്ങൾ കയറി ഇറങ്ങിയത്. സോ ബി കെയർഫുൾ, എപ്പോഴും കെയർ ചെയ്ത് നടക്കാം. ഫാമിലി ആയിട്ട് വരാണ് റിസ്ക്കാണ്. ആരും ഫാമിലി ആയിട്ടൊന്നും വരാൻ നിൽക്കണ്ട. അതായത് കുറച്ച് പ്രായമുള്ളവരെ അല്ലേ അതെ പ്രായമുള്ളവരൊന്നായിട്ട് ഇങ്ങോട്ട് കയറാൻ നിൽക്കാത്ത നല്ലത്, നടക്കൂല. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഇറങ്ങി താഴത്തെത്തിൻ്റെ വേറെ വഴിക്ക് എത്തി. എന്തായാലും സ്കൂളായിട്ട് എത്തിയത്. ഇനി നമ്മൾ പോകുന്നത് ഹോട്ട് വാട്ടർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഹോട്ട് വാട്ടർ ഇടുന്ന വശിഷ്ഠ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടേക്ക് പെട്ടെന്നുള്ള ഓട്ടോ തപ്പിയെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓട്ടോ കിട്ടിയതിൻ്റെ ശേഷമുള്ള കാഴ്ചകളൊക്കെ കാണാം. ഹിന്ദു മതത്തിലെ 7 സന്യാസിമാരിൽ ഒരാളായ ഋഷി വശിഷ്ഠിൻ്റെ പേരിലാണ്
വസിഷ്ഠ് ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചത്. വസിഷ്ഠ് ക്ഷേത്രത്തിന് 4000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വസിഷ്ഠ് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ സ്പ്രിംഗ് വാട്ടർ ഈ പ്രദേശത്തെ പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നാണ്. ചൂട് നീരുറവകൾക്ക് ഔഷധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ ഉറവകൾക്ക് പല ത്വക്ക് രോഗങ്ങളും സുഖപ്പെടുമെന്നും പറയപ്പെടുന്നു. പലരും വസിഷ്ഠിലെ ഈ കുളങ്ങളിൽ നിന്ന് കുളിച്ച് അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നേടും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കുളിമുറിയും ഉണ്ട് ഇതിൽ. അപ്പം ഇവിടുന്ന് മെല്ലെ പോവാണ് നേരെ ഇനി റൂമിലേക്ക് പിടിക്കണം. എന്തായാലും ഇനി 7:30 സഫൂന് ബസ്സാണ്. അതായത് സഫൂനെ നമ്മൾ പറഞ്ഞേക്കണം, ഡൽഹി ടു കോഴിക്കോടിലേക്ക് പറഞ്ഞേക്കണം. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിക്കാനായി.